ലൈഫിൽ എത്ര ആസ്വദിച്ചാലും മതി വരാത്തൊരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഞാൻ ഇന്നലെ ഓഡീഷന് പോയി. പാലക്കാട് ഐഡിയ പീഡിയ ക്രിയേറ്റീവ് ഏജൻസിയുടെ ക്രിയേറ്റീവ് ആങ്കർ ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ പോയി. അപ്പോൾ ആക്ച്വലി ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ ഓഡീഷന് പോകുമ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ പുതിയ ആളുകൾ മീറ്റ് ചെയ്യാൻ പറ്റും. മേ ബി നല്ല സൗഹൃദ ബന്ധങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയേക്കാം. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. ഓഡീഷനൊക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ച് ഒരു സീൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു 4-5 ആളുകൾ ഞാൻ പരിചയപ്പെട്ടു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു, ഞങ്ങൾ കവലയൊക്കെ പോയി, ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടിയ വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് അടുപ്പുള്ള ആളുകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബില്ല. അതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പോലും എനിക്ക് ഇത്രയും നല്ലൊരു സർക്കിൾ എനിക്ക് കിട്ടിയിട്ടില്ല. ലൈക്ക് ഒട്ടും ജഡ്ജ്മെൻറ്റലല്ലാത്ത, നമുക്ക് എന്ത് കാര്യം ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും കംഫർട്ടബിൾ ആയ സർക്കിളായിരുന്നു. അത്രയും കംഫർട്ടബിൾ ആയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എനിക്കറിയില്ല നാളെ ഒരു വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മേ ബി മീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ഈ ഫ്രണ്ട്ഷിപ്പോട് അവസാനിക്കുകയോ അതോ ഇതൊരു തുടക്കം മാത്രമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചില ആളുകൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് വർഷം കൂടെ നിൽക്കണമെന്നില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രം മതി നമുക്ക് അവരുടെ ലൈഫ് ലോങ് മൊത്തം ഓർത്തിരിക്കാൻ. ശരിയല്ലേ?